إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا بن عطاء الله السكندري رضي الله عنه وجميع مشايخنا وأساتذتنا وأستاذ الأساتذة أستاذنا سيدنا بكن أستاذ وشيخنا وسندنا السيد تقي محمد دارم القادري وسيد علوي المنظرمي سائر مشايخنا الذين ماتوا في هذا الشهر وساداتنا الصالحين الذين ماتوا في شهر محرم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അപ്പം മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാഹിന്റെ ഹിക്കം അതിൽ നിന്നും 47-ാമത്തത്. ഞാൻ കഴിഞ്ഞതിന് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. 48 പറഞ്ഞത് കട്ടൻ ഞാൻ ചെയ്യും. വലാതതുറുക്കു ദിക്ർ നീ ഒഴിവാക്കണം. ചില ആൾക്കാർ പറയുന്നു എന്തിനാ ദിക്റെന്ന് പറഞ്ഞാൽ നമുക്ക് അശ്രദ്ധയായിട്ട് എന്തിനാ ദിക്ർ എല്ലാം പോകുന്നതൊക്കെ ചോദിക്കും. ശൈത്താന് ചില പണിയാണ്. അശ്രദ്ധനായ ദിക്റൊക്കെ ചൊല്ല ഒരു കുറച്ച് പറയുന്നല്ലേ ഉള്ളൂ. എന്നാലും ദിക്ർ ചൊല്ലിനെ ഒഴിവാക്കരുത്. ദിക്ർ ചൊല്ലണം. അങ്ങനെ ചൊല്ലി വരുമ്പോ പിന്നെ എന്തുണ്ടാവും? പിന്നെ ദിക്റങ്ങ് വന്നോളൂ നമ്മളെ കൽബിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി കൊണ്ട് അല്ലാഹുവിനോടുള്ള നിന്റെ ഹുളൂർ ഇല്ല എന്നതിന് വേണ്ടി ദിക്റിൽ അല്ലാഹുവിനോടുള്ള ആ സാമീപ്യം, ആ സാന്നിധ്യം ഇല്ല എന്നതിന് വേണ്ടി ദിക്റിനെ നീ ഒഴിവാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിന് ചെയ്യുന്ന അമലുകൾ വെച്ച് സമയം നിർണിതമില്ലാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് ദിക്റേ ഉള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലം യഫ്റുൽ അല്ലാഹു തആല അലാ ഇബാദിഹി ഫരീദതൻ ഇല്ലാ ജഅല ലഹാ ഹദ്ദൻ മഅലൂമൻ. അള്ളാഹു ഒരു ഫർദായ കാര്യവും സമുദായത്തിന് അള്ളാന്റെ ദാസന്മാർക്ക് ഫർദാക്കിയില്ല. അതിനു വേണ്ടി ചില സമയങ്ങൾ അറിയപ്പെട്ട ചില സ്ഥലങ്ങൾ, അറിയപ്പെട്ട ചില മണിക്കൂറുകൾ, അറിയപ്പെട്ട ചില ദിവസങ്ങൾ. ഹജ്ജ് നമ്മൾ ദുൽഹജ്ജ് 9 8 മുതലേ തുടങ്ങത്തുള്ളൂ. ഹജ്ജിന്റെ കർമ്മത്തിൽ നിന്നും നമ്മൾ തുടങ്ങുന്നത് 8 പോയി ചെയ്താൽ 8 മുതൽ ഇഹ്റാം കെട്ടാൻ മതി എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഇഹ്റാം ശവ്വാൽ മുതൽ കെട്ടാമെങ്കിലും ഹജ്ജിന്റെ മാസമായെങ്കിലും ഹജ്ജിന്റെ കർമ്മങ്ങൾ വരുന്നത് ദുൽഹജ്ജ് 8 മുതലല്ലേ. 8 മുതൽ 8, 9, 10, 11, 12, 13, 14 കഴിഞ്ഞു. അതാണ് ഹജ്ജിന്റെ കർമ്മം. സൗമ് അത് റമദാൻ മാസത്തിലേ ഉള്ളൂ. നിസ്കാരം അത് ദിവസം 5 നേരം ഉണ്ട്, 5 ടൈമുമാണ്. അതില് ഉദുറിന്റെ അവസരത്തിൽ പ്രതിബന്ധം ഉണ്ടെങ്കിൽ അവർക്ക് പ്രതിബന്ധവും അതിനവർക്ക് ചാൻസ് കൊടുക്കും. പിന്നെ ചെയ്താൽ മതി എന്ന് പറയും. ഇതെല്ലാം ഒഴിവാണ് വൈറു ദിക്ർ. ദിക്ർ അല്ലാത്ത എല്ലാം. فإنه لم يجعل له حدا ينتهى إليه. ഒരു പരിമിതിയാക്കപ്പെടുന്ന ഒരറ്റം അതിന് വെച്ചിട്ടില്ല. ഫലം യുഅ്ദിർ അഹദൻ ഫീ തർക്കിഹി. ഒരാൾക്കും ദിക്റിനെ ഉപേക്ഷിക്കുന്നതിൽ ആർക്കും എക്സ്ക്യൂസും നൽകിയിട്ടില്ല. പക്ഷേ ഇല്ല മഗ്ലൂബൻ അലാ അഖ്ലിഹി. ബുദ്ധിക്ക് പുറമെ സംഭവിച്ചപ്പോൾ എന്ത് ചെയ്യണം? അമറഹും ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതാ വായിക്കുന്നത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അവരോട് കൽപ്പിച്ചു, അല്ലാഹു ബിദിക്രിഹി ഫിൽ അഹ്വാലി കുല്ലിഹ. എല്ലാ അവസരത്തിലും ദിക്റല്ല. فقال عز من قائل فاذكروا الله قياما وقعودا وعلى جنوبكم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا.
أي بالليل والنهار وفي البر والبحر والسفر والحضر والغنى والغفر والفقر وفي الصحة والسقم والسر والأنانية فعلى كل حال എല്ലാ സന്ദർഭത്തിലും. അതുകൊണ്ടാണല്ലോ ബാത്റൂമിൽ പോകുമ്പം നാവ് കൊണ്ട് ചെല്ലാൻ പറ്റുന്നില്ല, കൽബ് കൊണ്ട് നമ്മൾ ദിക്ർ ഓർത്താലും നാവ് കൊണ്ട് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് അത്ര സമയം ഒഴിവായിപ്പോയി. ഗുഫ്റാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽഅദാ വഅഫാനി. ഗുഫ്റാനക പൊറുക്കലിനെ ചോദിക്കാം. എന്തേ കാര്യം വായിൽ നിന്ന് ദിക്ർ കുറച്ചു നേരം ഒഴിവായിപ്പോയി എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നു. ദിക്റും കസീർ, എപ്പോഴും ദിക്റിനെ പറ്റി പറഞ്ഞെടുത്തൊക്കെ ദിക്റും കസീർ ദിക്റും കസീർ ദിക്റും കസീർ ദിക്റും കസീറ വദ്ദാകിരീന അല്ലാഹ് വദ്ദാകിറാ വദ്ദാകിരീന അല്ലാഹ് കസീറൻ വദ്ദാകിറാത്ത്. എല്ലായിടത്തും കസീർ കസീർ കസീറാണ്. നമുക്കൊരു 100 ദിക്ർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും. അങ്ങനെ ആയാൽ പറ്റില്ല. പെരുത്തി ദിക്റല്ലേ മാനവ മൊറാജി പാപ്പ എല്ലാ ദിവസവും 1000 ദിക്റല്ലേ. ഹദ്ദാദിന്റെ 1000 ദിക്ർ, ഹദ്ദാദിന് 1000 ദിക്ർ തന്നെയാണുള്ളത്. പിന്നിപ്പോ എങ്ങനെ? അപ്പൊ ഒരു വർഷമാകുമ്പോ എത്ര ദിക്റായി? മാഷാ അല്ലാഹ്. 10 ദിവസം ആകുമ്പോ എത്രയായി? 10000 ആയില്ലേ? 100 ദിവസം ആകുമ്പോ എത്രയായി? 1,00,000 ആയില്ലേ? അല്ലേ? 300 ദിവസം ആകുമ്പോഴോ 3,00,000 ദിക്റായില്ലേ ഒരു വർഷത്തില്? അറിയ ഉസ്താദൊക്കെ എത്ര കൊല്ലം ഉപ്പാന്റെ അടുത്ത് ഓതിയതാ. ആ കൊല്ലത്തിലെല്ലാം ഉപ്പാന്റെ അടുത്ത് ദിക്ർ എത്ര ആയിരിക്കുന്നോ? ചെറിയ കാര്യമല്ല. 1000 ദിക്റാണ് ഓടത്തെ ദിക്ർ. ഓടത്തെ ഹദ്ദാദ് തന്നെ 1000 ദിക്റാണ്. അപ്പൊ രോഗമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ഐശ്വര്യമുള്ളപ്പോഴും ദാരിദ്ര്യമുള്ളപ്പോഴും, നാട്ടിലും വീട്ടിലും, യാത്രയിലും സമുദ്രത്തിലും കരയിലും, പരസ്യമായിട്ടും രഹസ്യമായിട്ടും, വഅലാ കുല്ലി ഹാൽ എപ്പോഴും അക്സിറൂ ദിക്റല്ലാഹ് ഹത്താ യഖൂലു മജ്നൂൻ. നമുക്ക് ഭ്രാന്തനാന്ന് പറയാൻ ആൾക്കാർ അങ്ങനെ പറഞ്ഞില്ലേ മഹദികളെ പറ്റിയിട്ടൊക്കെ കാവ്യത്തിലത്. കുല്ലു നൗമിൻ നാലൽ മുഹിബ്ബി ഹറാമു എന്ന് പാടി എത്ര പേരോടുണ്ട്. അക്സിറൂ ദിക്റല്ലാഹ് ഹത്താ യഖൂലു മജ്നൂൻ. ഭ്രാന്തം പോകുന്നത് അതിനെക്കൊണ്ട് ദിക്ർ ഒരുമിച്ചോണം. അപ്പൊ ദിക്ർ ഹുദൂറുൽ ഖൽബില്ല എന്നുകൊണ്ട് ദിക്ർ ഒഴിവാക്കൽ നമുക്കില്ല. ലഅന്ന ഗഫലത്തക്കാന്നന്റെ അശ്രദ്ധയാകുന്നതിൻ വജൂദി ദിക്രിഹി, അല്ലാഹുവിന്റെ ദിക്റിന്റെ വജൂദിനെ തൊട്ട് ആ ദിക്ർ തന്റെ കൽവിൽ കൊണ്ടുവരുന്നതിനെ തൊട്ടുള്ള അശ്രദ്ധയാകുന്നത് അശദ്ദു, അത് കഠിനമായ ശ്രദ്ധയാണ്. മിൻ ഗഫലത്തിക്കാൻ ഫീ വജൂദി ദിക്രിഹി. അല്ലേ? ദിക്ർ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരശ്രദ്ധ അതുണ്ടാകാൻ പാടില്ല. ദിക്ർ ഉണ്ടാകുന്നതിനെയും വിട്ട് അശ്രദ്ധ വരും. അതിനേക്കാൾ കഠിനമായതാണ് ദിക്ർ ചെല്ലുമ്പോൾ അശ്രദ്ധ ഉണ്ടാവുക. ദിക്റന്മ അല്ലാഹു തആലാന്റെ ദിക്ർ ചൊല്ലി ഇങ്ങനെ ഇരിക്കന്നെ. അപ്പൊ ഫഅസായി അർഫഅക, അല്ലാഹു തന്നെ ഉയർത്തിയേക്കാം. മിൻ ദിക്റിൻ മഅ വജൂദി ഗഫലത്തിൻ, അശ്രദ്ധയോടുകൂടിയുള്ള ദിക്റിനോടുകൂടെ കഴിഞ്ഞിട്ട് ദിക്റിനോടുകൂടെ തന്നെ ഉയർത്താം. ഇലാ ദിക്റിൻ മഅ വജൂദി യഖ്ദത്തിൻ. അല്ല, അപ്പം തീരെ തന്നെ ചെല്ലായിരുന്നാലോ? അശ്രദ്ധയുള്ള സന്ദർഭത്തിലുള്ള ദിക്ർ, ആ ദിക്ർ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അല്ലാഹു തആല ഉണർച്ചയുള്ള ദിക്റിലേക്ക് കൊണ്ടെത്തി. അശ്രദ്ധയില്ലാത്ത അല്ലാഹു തആലയോടുള്ള ദിക്റിലേക്ക് തന്നെ കൊണ്ടെത്തി. ഇലാ ദിക്റിൻ മഅ വജൂദി വമിൻ ദിക്റിൻ മഅ വജൂദി യഖ്ദത്തിൻ. അങ്ങനെ നിന്റെ കൽബ് ഉണർന്നുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന ആ ദിക്റിൽ നിന്നും ഇലാ ദിക്റിൻ മഅ വജൂദി ഹുദൂരിൻ, അല്ലാഹുവിന്റെ പ്രത്യേകമായൊരു സന്നിധാനം, പ്രത്യേകമായൊരു അവസ്ഥ നിനക്കുണ്ടാകും ദിക്ർ ചൊല്ലുമ്പോൾ. ആ ഹുദൂറോടുകൂടെ ദിക്ർ ചൊല്ലാൻ പറ്റും. അങ്ങനെ ഹുദൂറോടുകൂടി ദിക്ർ ചൊല്ലുമ്പോൾ വമിൻ ദിക്രിൻ മഅ വജൂദി ഹുദൂരിൻ, ഹുദൂറോടുകൂടെയുള്ള ദിക്ർ, ആ ദിക്റിൽ നിന്നും ഇലാ ദിക്റിൻ മഅ വജൂദി ഗൈബത്തിൻ അമ്മാ സിവൽ മദ്കൂർ. പിന്നെ ദിക്ർ മദ്കൂറല്ലാത്ത, അല്ലാഹു അല്ലാത്ത ഒന്നും പിന്നെ ഉണ്ടാവില്ല. അല്ലാഹു മാത്രം. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇന്നലെ കിട്ടാൻ ചരിത്രം പറഞ്ഞില്ല. അല്ലാഹ്, പിന്നെ അല്ലാഹ് അല്ലാതെ വേറൊന്നുമില്ല.
എന്നാൽ അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അതൊന്നും അല്ലാഹുവിന് പുതുമയുള്ള കാര്യമല്ല. മനസ്സിലായി? അതൊന്നും അല്ലാഹു തആലയ്ക്ക് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ലത്. അപ്പൊ പിന്നെ ഹുളൂറുൽ ഖൽബോടുകൂടി ഹുളൂറോടുള്ള ദിക്റാകുമ്പോ ഈ ടൈമിൽ പിന്നെ നാവിന്റെ ദിക്ർ മുറിഞ്ഞു. വഫീ ഹാദൽ മഖാം യൻഖത്തിഉ ദിക്റുൽ ലിസാൻ. എന്താ ഔ യഖ്റുജു മിൻ ഗൈരി ഖസ്ദിൻ, അല്ലെങ്കിൽ വായനങ്ങനെ ദിക്റേ വരികയുള്ളൂ. بل أن يكون الحق المبين لسانه الذي ينطق به بل يكون الحق المبين لسانه. ഹസൻ ഉസ്താദിന്റെ നാവ് പോലെ നമ്മൾ വിശ്വസിച്ചു, നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ നാവിൽ കൂടി അള്ളാഹു നടത്തുന്നത് സത്യമേ നടത്തുകയുള്ളൂ. ലഅന്ന സാഹിബഹു ഫീ മഖാമിൽ ഹുബ്ബ്. അങ്ങനെ വരുമ്പോഴാണ് ഹുബ്ബിന്റെ മക്കാമിലെത്തി അല്ലാഹു തആല നാവിൽ കൂടി അതേ വരുത്തുള്ളൂ. ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, എങ്ങനെ ഹസൻ മൗലവി ഇത് പറഞ്ഞു? അതാണ് ഹസൻ മൗലവിയോട് ചോദിച്ചപ്പോൾ ഹസൻ മൗലവി പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിച്ചു. നമ്മുടെ മഹാന്മാരൊക്കെ നല്ലതേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അവരാരും ദീനെതിര് പറയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും അല്ലാഹു തആല അത് എന്റെ നാവിൽ കൂടി ഹക്കിനെ പറയിപ്പിക്കുള്ളൂ. മനസ്സിലായ? അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതൊരു പ്രത്യേകം, അത് മറ്റൊരു ദിക്റാണ്. ഇത് മറ്റേ ദിക്റാണ്. ഇത് ഖൽബിയാ ദിക്റും അല്ലാത്ത ദിക്റൊക്കെയാണ്. മറ്റൊരു ദിക്ർ തന്നെയാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ മായി സാബ് ഖായിലൂന്നേനോ വായനയുള്ളൂ. അല്ല നിങ്ങൾ വിചാരിക്കും 2 തസ്ബീഹ് പിടിച്ചിട്ട് അവിടെ പോയി ഇരിക്കണം, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ ആത്മാർത്ഥത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ കൂടി എപ്പോഴും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ നടത്തുകയുള്ളൂ. അതിനാണ് ദിക്ർ എന്ന് പറയുന്നത്. അല്ലാതെ 2 തസ്ബീഹും ചൊല്ലി 1000-ന്റെ ഒരു മണി എടുത്തിട്ട് പള്ളിയുടെ മൂല കയറി ഇരുന്നിട്ട് ഇങ്ങനെ 1000, 2000 മൂല, അതൊന്നുമല്ല ദിക്ർ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തിയുള്ള ജീവിതം. അപ്പൊ നടത്തവും ഇരുത്തവും കടത്തവും പോക്കും വരവും എല്ലാം. قال الإمام أبو القاسم القشيري رحمه الله: الذكر عنوان الولاية ومنار الوصلة وتحقيق الإرادة وعلامة صحة البداية ودلالة صفاء النهاية فليس وراء الذكر شيء وجميع الخصال المحمودة راجية من الذكر. അതൊക്കെ ഇമാം ഹുസൈൻ പറഞ്ഞു. മഹമൂദായ എല്ലാ സംഗതികളുടെയും മടക്കം അല്ലാഹുവിന്റെ ദിക്റിലേക്കാണ്. വമൻസഹു, അതിന്റെ തുടക്കം അനിൽ ദിക്റിനെ തൊട്ടാണ്. കേട്ടാ? അപ്പൊ അല്ലാഹുവിന്റെ ദിക്രി എത്ര കാലം ദിക്റിന്റെ പന്തീരം പറഞ്ഞപ്പോഴങ്ങനെ തീരും എന്നാണ് ഇമാം ഹുസൈൻ ഇമാം ഹുസൈൻ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. മനസ്സിലായോ? ومن خصائصه ദിക്റിന്റെ പ്രത്യേകത അന്നഹു ഗൈറു മുവഖ്ഖത്തിൻ ബിവഖ്തി. ഒരു വഖത്ത് കൊണ്ട് അതിനെ വഖത്ത് ചെയ്യിക്കപ്പെട്ടിട്ടില്ല. ഫമാ മിൻ വഖത്തിൻ ഇല്ലാ വൽ അബ്ദു മത്ലൂബുൻ ബിഹി. ഏതൊരു സമയത്തും അവനിൽ നിന്നും അല്ലാഹുവിന്റെ തേട്ടമുണ്ട് ദിക്ർ ചൊല്ലാൻ. ഒന്നുകിൽ ഇമ്മാ വുജൂബൻ വഇമ്മാ നദ്ബൻ. ഒന്നുകിൽ നിർബന്ധമായിട്ട് ദിക്ർ ചൊല്ലിയിരിക്കണം, അതേ സുന്നത്തായ നിലയിൽ എല്ലാ സമയത്തും ആ ദിക്റാണ്. ഒരു സമയമില്ല ദിക്റിൽ നിന്നും ഒഴിവായത്. ഏത് ടൈമിലും അവനിൽ നിന്നും ദിക്റിനെ തേടപ്പെടുന്നു. സ്വന്തം ഭാര്യയുമായി കൊണ്ട് ശാരീരിക ബന്ധം പുലർത്തുമ്പോഴും അവനിൽ നിന്നും ദിക്ർ തേടപ്പെടുന്നുണ്ട്. അതും അസ്സലഫുൽ ഖൽഖ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പം അവിടെയും ദിക്റാണ്. എവിടെ ദിക്റില്ലാത്ത? തിന്നുമ്പം കുടിക്കുമ്പം കക്കൂസെ പോകുമ്പം വരുമ്പം ഇറങ്ങുമ്പം എല്ലായിടത്തും ദിക്ർ. സർവ്വസമയവും ദിക്ർ, എല്ലാ സമയവും ദിക്ർ. തുടക്കം ദിക്ർ കൊണ്ട് അല്ലാഹ്. ആദ്യം കേൾക്കേണ്ട വചനം അല്ലാഹു ആകട്ടെ. ഒടുക്കവും ദിക്ർ കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഞാൻ പിന്നെ ഒടുക്കം അങ്ങനെ ആയാലും ഒടുക്കവും തുടക്കവും അങ്ങനെ ആയാലും പിന്നെ നടുവിന് അങ്ങനെ ഉണ്ട്. അതാണ് വേണ്ടത്.